എൽദോസിന്റെ ജീവനെടുത്ത ക്നാച്ചേരി മേഖലയിൽ കാട്ടാനകൾ സ്ഥിരം സാന്നിധ്യമാണ്. പ്രദേശവാസികൾ ഭീതിയോടെയാണ് ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത്. മുൻപ് പ്രദേശത്ത് ആന ഇറങ്ങിയ ദൃശ്യങ്ങൾ കൂടി കാണാം. ബിനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ബിനിൽ, അങ്ങനെ അതായത് ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലേക്ക് ഏത് സമയത്തും ഒരു കാട്ടാനക്കൂട്ടം കടന്നു വരാം എന്ന നിലയ്ക്കാണ് ഇതിപ്പോൾ പകൽ സമയത്തെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ രാത്രി എത്രത്തോളം ഭീതിയോടെ ആയിരിക്കും അവിടെ ആളുകൾ സഞ്ചരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇത്രയേറെ കാട്ടാനകളുടെ ശല്യമുള്ളൊരു മേഖലയാണ്. മധു, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം കാട്ടാനകൾ ഉള്ള മേഖലകളിലൊന്നാണ് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കുട്ടമ്പുഴ പിണവൂർക്കുടി മേഖലയിലും കാട്ടാനകൾ കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് കുട്ടമ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ഈ ആനകളുടെ സാന്ദ്രത കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലം. എന്തായാലും ഇവിടെ രാത്രികാലങ്ങളിൽ മാത്രമല്ല പകൽ സമയത്തും ആനകൾ ഇറങ്ങി വരികയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ രാവിലെ സ്ഥിരമായി വിളക്ക് തെളിക്കാൻ പോകുന്ന രാമൻ നമ്മളോട് 9 മണി സമയത്ത് കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചിരുന്നു. കാരണം ഇപ്പോഴത്തെ സമയത്ത് അങ്ങോട്ടേക്ക് പോകാൻ പോലും കഴിയില്ല എന്നാണ് പറയുന്നത്. കാരണം രാത്രിയിൽ മാത്രമല്ല വെയിൽ വന്ന ശേഷവും കാട്ടാനകൾ റോഡിലേക്ക് ഇറങ്ങി വരുന്നു. അതായത് ജനവാസ മേഖലയിലേക്ക് തന്നെ ഇറങ്ങി വരുന്നു എന്നതാണ് അവരൊക്കെ തന്നെ പറയുന്നത്. മുൻപുള്ള സാഹചര്യങ്ങളല്ല ഇപ്പോഴുള്ളത്. കഴിഞ്ഞ 4 വർഷമായാണ് ഇതിന് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നുകൂടി അവർ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിൽ ഈ പ്രദേശം ഒന്ന് വ്യക്തമായി കഴിയുമ്പോൾ അതിൻ്റെ വസ്തുതകൾ കൂടുതൽ വെളിവാകും. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന ആ പ്രദേശത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇത് വനമേഖലയാണ്. ആ വനമേഖലയ്ക്കുള്ളിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഇപ്പോൾ കാണുന്ന ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. ഇവിടെ 2 ഭാഗത്തും ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ്. ഏത് സമയത്തും ആനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലം. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായിട്ടുള്ളത്. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്ത് നിന്ന് ഒരു 100 മീറ്റർ അകലെയാണ് ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഉള്ളത്. ആ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്താണ് ഈ അപകടം സംഭവിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ബിനിൽ പറഞ്ഞുവല്ലോ, ഈ അപകടം നടന്നതിന് തൊട്ടടുത്താണ് ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട് എന്നുള്ളത്. നാട്ടുകാരുടെയൊക്കെ വിവരങ്ങൾ അനുസരിച്ച്, അവർ നൽകുന്ന പ്രതികരണങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ വിളിക്കുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്താറുണ്ടോ? പിന്നീട് ഇവർ പറയുന്നത് പോലെ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല, വാഹനത്തിന് എണ്ണ അടിക്കാനുള്ള സൗകര്യമില്ല. ഇതൊക്കെ സത്യമാണെങ്കിൽ വളരെ ഗുരുതരമായ പ്രശ്നമാണ്. പിന്നീട് ആവശ്യത്തിന് ജീവനക്കാരുണ്ടോ? എന്താണ് അവിടുത്തെ ആ ഫോറസ്റ്റ് ഓഫീസിന്റെ അവസ്ഥ? ആ ഫോറസ്റ്റ് ഓഫീസിൽ മതിയായ സൗകര്യങ്ങളില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. RRTയെ നിയോഗിച്ചെങ്കിലും RRT എവിടെ എന്നതാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത്. ഇവിടെ ഫോറസ്റ്റിനെ പൂർണ്ണമായും അടച്ചാക്ഷേപിക്കുകയല്ല ജനങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര് പലരും എടുത്തു പറയുന്നുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ കൃത്യമായും ഏത് സമയത്തും എത്തുകയും അവരെ സഹായിക്കുകയും ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ പൊതുവായ സംവിധാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു ഫോറസ്റ്റ് സ്റ്റേഷനിൽ 1-2 പേർ അവർക്ക് കിട്ടാവുന്ന സൗകര്യങ്ങൾ പരമാവധി ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി എന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നില്ല എന്നതാണ്. ആ ഫോറസ്റ്റ് സ്റ്റേഷനിലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കുക എന്നതാണ്. ഇന്നലെ വിളിച്ചപ്പോൾ പോലും ആ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് വന്ന വാഹനത്തിന് ആവശ്യമായ ഇന്ധനമില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്രമാത്രം പരിതാപകരമാണ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ പല സ്റ്റേഷനുകളുടെയും അവസ്ഥ. പ്രത്യേകിച്ച് ഈ മലയാറ്റൂർ ഡിവിഷനിൽ ഇവിടെ മാത്രമല്ല മറ്റ് പലയിടത്തും ഇതേ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം മറ്റ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലെയും പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ. കാരണം ഈ കാട്ടുപാത